ഹലോ ഫ്രണ്ട്സ്, ഹിസ്റ്റോറിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ സെറ്റ് എക്സാമിൻ്റെ ഹിസ്റ്ററി എക്സാമിൻ്റെ ആൻസർ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു എക്സാം ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ 7-ാം മാസത്തിൽ കഴിഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ ആൻസറാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ഏകദേശം 10 ക്വസ്റ്റ്യനോളം ആൻസർ ചെയ്തു. അതുപോലെ ഇന്നും ഏകദേശം 10 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ 10 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇന്ന് 11ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓതർ ഓഫ് ദി റൂൾസ് ഓഫ് ആർട്ട് ഇൻ 1996. ദി ഓതർ ഓഫ് റൂൾസ് ഓഫ് ആർട്ട് ഇൻ 1996. ഇവിടെ ആൻസറായിട്ട് പറയുന്നത് ബോഡിയോ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് പറയുന്നത്. ബോഡിയോ ആണ് ആൻസറായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വർക്ക് ഓഫ് ജർദ ലേണർ. ജർദ ലേണറിൻ്റെ വർക്ക് ഏതാണ് എന്നാണ് ഇതിൽ ഈ ഒരു തന്നിട്ടുള്ളതിൽ ജർദ ലേണർ എഴുതിയിട്ടുള്ള വർക്ക് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ബ്ലാക്ക് വിമൺ ഇൻ വൈറ്റ് അമേരിക്ക ആണ് ആൻസറായിട്ട് പറയുന്നത്. ബ്ലാക്ക് വിമൺ ഇൻ വൈറ്റ് അമേരിക്ക, ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് പറയുന്നത്. നമുക്കറിയാം ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് ആരുടെ വർക്കാണ്? മാർക്ക് ബ്ലോക്ക്. അതുപോലെ മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് EP തോംസൻ്റെ വർക്കാണ് മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ് എന്നുള്ളത്. ഇനി റീഫിഗറിങ് ഹിസ്റ്ററി ആരുതാണ്? കേറ്റ് ജെങ്കിൻസിൻ്റെ വർക്കാണ് റീഫിഗറിങ് ഹിസ്റ്ററി എന്നുള്ളത്. ഇനി 13th ക്വസ്റ്റ്യൻ, ജെൻഡറിങ് കാസ്റ്റ് ത്രൂ എ ഫെമിനിസ്റ്റ് ലെൻസ് വാസ് റിട്ടൺ ബൈ. ജെൻഡറിങ് കാസ്റ്റ് ത്രൂ എ ഫെമിനിസ്റ്റ് ലെൻസ് വാസ് റിട്ടൺ ബൈ. 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് പറയുന്നത് ഉമാ ചക്രവർത്തിയാണ്. ഉമാ ചക്രവർത്തിയാണ്. ജെൻഡറിങ് കാസ്റ്റ് ത്രൂ എ ഫെമിനിസ്റ്റ് ലെൻസ് വാസ് റിട്ടൺ ബൈ ഉമാ ചക്രവർത്തി. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, കാറ്റഗറൈസേഷൻ ഓഫ് ഇൻ്റലക്ച്വൽസ് ആസ് ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് ആൻഡ് ട്രഡീഷണൽ ഇൻ്റലക്ച്വൽ. അപ്പോൾ ഈ ഇൻ്റലക്ച്വൽസിനെ 2 വിഭാഗമായിട്ട് ഓർഗാനിക്കും അതുപോലെ ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസറായിട്ട് ആൻ്റോണിയോ ഗ്രാംഷി. ആൻ്റോണിയോ ഗ്രാംഷിയാണ് ഇങ്ങനൊരു ഡിവിഷന് നടത്തിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, മെഗാലിത്തിക് സൈറ്റ് ഓഫ് കേരള ചേരമങ്ങാട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ്. ചേരമങ്ങാട് എന്ന് പറയുന്ന മെഗാലിത്തിക് സൈറ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചേരമങ്ങാട് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് അല്ലേ. 15ാമത്തെ ആൻസറായിട്ട് പറയുന്നത് ചേരമങ്ങാട് വാസ് ലൊക്കേറ്റഡ് അറ്റ് തൃശ്ശൂർ. D ആണ് ആൻസറായിട്ട് പറയുന്നത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, തൊണ്ടൈ മണ്ഡലം റെഫേഴ്സ് ടു ദ റീജിയൻ ഓഫ്. തമിഴകം ടെക്സ്റ്റിൽ തൊണ്ടൈ മണ്ഡലം എന്നുള്ള റീജിയൻ റെഫർ ചെയ്യുന്നത് ഏതൊരു ഭാഗത്തെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നെല്ലൂർ, അതുപോലെ ചെങ്കൽപ്പട്ട്, ചിറ്റൂർ, പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, ഈ ഒരു ഭാഗത്തെയാണ് തൊണ്ടൈ മണ്ഡലം എന്ന് പറയുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസ്ക്രിപ്ഷൻ വിച്ച് റെഫേർഡ് ദി ടെമ്പററി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് രാമവർമ്മ കുലശേഖര അറ്റ് നെടിയതളി നിയർ കൊടുങ്ങല്ലൂർ. അപ്പോൾ രാമവർമ്മ കുലശേഖരയുടെ ഈ ഒരു ഹെഡ് ക്വാർട്ടർ ഏത് ഇൻസ്ക്രിപ്ഷനിലാണ് റെഫർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസറായിട്ട് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പെരുന്ന ഇൻസ്ക്രിപ്ഷനാണ് ആൻസറായിട്ട് പറയുന്നത്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി പോർട്ട് സിറ്റി ഓഫ് കോലത്തുനാട്. കോലത്തുനാടിൻ്റെ പോർട്ട് സിറ്റി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും ഓപ്ഷൻ എ ആണ്, വളപട്ടണമാണ് കോലത്തുനാടിൻ്റെ പോർട്ട് സിറ്റി എന്ന് പറയുന്നത്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി നോൺ മണിപ്രവാളം വർക്ക് അമംഗ് ദി ഫോളോയിങ്. മണിപ്രവാളം വർക്ക് അല്ലാത്ത വർക്ക് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വൈശികതന്ത്രം മണിപ്രവാളം വർക്കാണ്. ലീലാതിലകം, അതുപോലെ അനന്തപുര വർണ്ണനം, ഇതൊക്കെ മണിപ്രവാളം വർക്കാണ്. അപ്പോൾ ഒബ്വിയസ്ലി ആൻസർ വരുന്നത്
കൈവല്യ നവനീതകം എന്നുള്ള വർക്കാണ്. ഇനി ലാസ്റ്റ് 20 ക്വസ്റ്റ്യൻ. ലീഡർ ഓഫ് നാവൽ ഫോഴ്സ് വിച്ച് വാസ് സെൻഡ് ബൈ അൽബുക്കർക്ക് ടു ക്യാപ്ചർ കാലിക്കറ്റ്. കാലിക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി അൽബുക്കർക്ക് സെൻഡ് ചെയ്തിട്ടുള്ള നാവൽ ഫോഴ്സിൻ്റെ ലീഡർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, മാർഷൽ ഖഡിന്യോ. അദ്ദേഹമാണ് ഇതിൻ്റെ നാവൽ ഫോഴ്സിൻ്റെ ലീഡറായിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇത്രത്തോളമാണ് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യും. ഇത് പേപ്പർ വേർഷൻ എ ആണ് കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. എ വേർഷനാണ് ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.